പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നു: ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്ക് ഈ തിരുവചനം നമുക്കൊരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഈ തിരുവചനം നമ്മൾ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് തിരുസഭയിലുള്ള ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലൂക്കാസ് സുവിശേഷകനിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ഈശോ നേരിട്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിലും വിശ്വസ്തനായിരിക്കും. അതുപോലെ തന്നെ തുടർന്ന് പറയുകയാണ്, ചെറിയ കാര്യത്തിൽ അവിശ്വസ്തൻ വലിയ കാര്യത്തിലും അവിശ്വസ്തനായിരിക്കും. നാം നമ്മോടൊന്ന് ആത്മപരിശോധന ചെയ്തൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ ശുശ്രൂഷ മേഖലകളാകാം, എൻ്റെ പ്രാർത്ഥനാ ജീവിതമാകാം, ഒരുപക്ഷെ സമൂഹത്തിൽ ആയിരിക്കുന്ന അല്ലെങ്കിൽ തിരുസഭയിലായിരിക്കുന്ന നാം ഓരോരുത്തരും നടത്തുന്ന കാരുണ്യ പ്രവൃത്തികളാകാം. കാരുണ്യ പ്രവൃത്തി നടത്തുവാൻ വേണ്ടി മറ്റുള്ളവർ നമ്മളെ ഏൽപ്പിക്കുന്ന ചില ഉത്തരവാദിത്വ മേഖലകളാകാം. അതല്ലെങ്കിൽ ഇന്ന സമ്പത്ത് ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ ഏൽപ്പിക്കുന്നതാകാം. ഇങ്ങനെ പല മേഖലകളുമാകാം. ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനാണോ എന്നതാണ് ദൈവത്തിരുമുമ്പിൽ നാം ഓരോരുത്തരും ആത്മപരിശോധന ചെയ്യേണ്ടത്. പലപ്പോഴും പല വ്യക്തികളും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താതെ വീഴ്ച സംഭവിച്ച വ്യക്തികളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാം. അങ്ങനെ വീഴ്ച പറ്റിയ ഒരു വ്യക്തി ഒരുപക്ഷെ ഞാനാകാം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കാണെന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. എൻ്റെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ മേഖലകളിൽ, അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏത് മേഖലകളിലും ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിലുള്ള വ്യക്തി എന്നെ ഏൽപ്പിച്ച, ഇടവകയിലെ വികാരിയച്ഛൻ ഏൽപ്പിച്ച, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അധികാരി എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ വിശ്വസ്തയോടുകൂടെ നിറവേറ്റുന്ന വ്യക്തിയാണോ? മറിച്ച് ഞാൻ ആ കാര്യങ്ങളിലെല്ലാം ആ നേതൃത്വ നിരയിലുള്ളവരോട്, മാനേജരാകാം, പുരോഹിതനാകാം, ലീഡറാകാം, കോർഡിനേറ്ററാകാം, ഈ തരത്തിലുള്ള വ്യക്തികളോട് ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതാണ്. ഒരുപക്ഷെ അധികാരികൾ നമ്മളോടൊരു കാര്യം പറയുന്നു. ആ പറയുന്ന കാര്യങ്ങൾ അത് വിശ്വസ്തയോടുകൂടെ നാം ഓരോരുത്തരും ചെയ്യുവാൻ കടപ്പെട്ടവരാണ്. ആ വിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? കാരുണ്യ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ സഹായിക്കുവാൻ വേണ്ടി തരുന്ന ധനസഹായമാകാം, അത് വഴിമാറ്റി ചെലവഴിക്കുക, അതല്ലെങ്കിൽ അത് കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിരുമുമ്പിൽ അത് അവിശ്വസ്തത ആണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം ഈ മേഖലകളിലെല്ലാം അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വസ്ത ജീവിതം നയിക്കാതെ അവിശ്വസ്തനായിട്ട് ദൈവത്തിരുമുമ്പിലും കൂട്ടായ്മയിലും സമൂഹത്തിലും ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തിന്മയാണ്, വലിയ പാപമാണ്. ഇന്ന് പലപ്പോഴും പലരും ഇതേക്കുറിച്ചൊന്ന് അനുദപിക്കുവാനോ ഇതേക്കുറിച്ചൊന്ന് ചിന്തിക്കുവാനോ പോലും സമയം നോക്കാറില്ല. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ അവിശ്വസ്തപരമായ വിശ്വസ്തതയില്ലാത്ത ജീവിതമാകാം.
മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാകാം, അവരോട് പറയുന്ന കാര്യങ്ങളാകാം. ആ കാര്യങ്ങൾ അവഗണിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ആ മക്കൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ അത് വിശ്വസ്തയോടുകൂടി ആ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ, അത് ആ മക്കളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൽ നിന്ന് പോലും അനുഗ്രഹം ഒഴുകിയെത്തുവാൻ വലിയൊരു തടസ്സമാണ്. ഒരു കൂട്ടായ്മയാണെങ്കിൽ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഡർ, ആ ലീഡറെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മയിലുള്ള വ്യക്തികളോട് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചാൽ ആ ഏൽപ്പിക്കുന്ന കാര്യം ഒന്ന് മറിച്ച് തിരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ ഒപ്പിച്ച് മുമ്പോട്ട് പോകുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവിടെ അവിശ്വസ്തത കാണിക്കുകയാണ്. സാമ്പത്തിക മേഖലകളിൽ അവിശ്വസ്തത കാണിക്കുന്നവരുണ്ട്, പല മേഖലകളിലും അവിശ്വസ്തത. കുട്ടികളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പരീക്ഷയിൽ കോപ്പി അടിക്കുന്നത് അവിശ്വസ്തതയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാതെ വഞ്ചന കാണിക്കുന്നത് അവിശ്വസ്തതയാണ്. ഉത്തരവാദിത്തത്തിൽപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് ഒരു അധ്യാപകനാണെങ്കിൽ കോപ്പി അടിക്കുന്നത് പിള്ളേർ കണ്ടിട്ട് മുഖം തിരിച്ച് അതിന് സൈഡ് നിൽക്കുക, കൂട്ടുനിൽക്കുക, അതൊക്കെ ദൈവ തിരുമുമ്പിൽ പോലും അവിശ്വസ്തതയാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അവിശ്വസ്തത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വിശ്വസ്ത ജീവിതം നയിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദൈവത്തിനു മുമ്പിൽ ആത്മപരിശോധന ചെയ്യുകയും നമുക്ക് തമ്പുരാനോട് മാപ്പ് ചോദിക്കുകയും നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയും ചെയ്യാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിക്കാതെ ജീവിച്ചു പോയ നിമിഷങ്ങളുണ്ട്. ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിക്കാതെ പോയപ്പോൾ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയുള്ള മാർക്കിട്ടു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായി മാറുന്നത് ചെറിയ കാര്യത്തിൽ വിശ്വസ്തത കാണിക്കാതെ വരുമ്പോഴാണല്ലോ. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത കാണിച്ചുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്തിന് പാത്രമായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.